തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരല്പം സന്തോഷം ലഭിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉതകുന്നുവെങ്കിൽ അതാണ് എൻ്റെ വിജയം. ഹൃദ്യമായ ലാളിത്യം നിറഞ്ഞ പ്രകൃതിയോടിണങ്ങിയ സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാന്റ് കോർണർ എന്ന എൻ്റെ ഓൺലൈൻ സംരംഭം മുന്നോട്ട് വിജയത്തിലേക്ക് വഴി തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ആദ്യം തന്നെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, പിന്നീട് നിങ്ങളോടും. ഒരുപാട് ആളുകളാണ് നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റുകൾ സ്വീകരിക്കുന്നത്. വളരെ സന്തോഷമായിട്ട് തന്നെ അവരുടെ കയ്യിൽ കിട്ടിയ ഉടനെ ഓരോരുത്തരും റിപ്ലൈ തരുന്നുണ്ട്. അൺബോക്സിംഗ് വീഡിയോ വരെ നമുക്ക് അയച്ചു തന്ന് അത്രയും മനോഹരമായ സൗഹൃദ ബന്ധങ്ങളാണ് ഈ ഒരു പ്ലാന്റ് കോർണറിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചിലരെന്നോട് ചോദിക്കുകയുണ്ടായി, ചേച്ചി ചെടി അയച്ചു തരില്ലേ എന്ന്. ഒരു ടെൻഷനും അടിക്കണ്ട, ചെടി നിങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കും. ഇനി അഥവാ മറ്റുള്ളവർ ഓൺലൈൻ സെയിൽ ചെയ്യുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് ചെടി കിട്ടിയില്ല എങ്കിൽ അത് അവരുടെ തെറ്റായി നിങ്ങൾ കണക്കാക്കരുത്. ഒട്ടനവധി ആളുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കാശ് സെൻഡ് ചെയ്യുകയും അതുപോലെ ഓർഡർ ചെയ്യുകയും ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും ഒന്ന് മറന്നുപോയി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഓർഡർ ചെയ്ത പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറയുക തന്നെ വേണം. അതാണ് നമ്മുടെയൊക്കെ വിജയം. ഒരു പ്ലാന്റ് വാങ്ങിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആളുകൾക്കും വാങ്ങുന്ന ആളുകൾക്കും മനസ്സ് നിറയണം. അതാണ് എൻ്റെ പോളിസി. ഞാൻ കൊടുത്തുവിടുന്ന പ്ലാന്റുകൾ അവരുടെ വീട്ടിൽ ഐശ്വര്യത്തോടെ വളർന്ന് ആ ഒരു മനസ്സമാധാനം, ആ ഒരു സന്തോഷം എന്നും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓൺലൈൻ സെയിലായി നിങ്ങളുടെയൊക്കെ കയ്യിൽ ലഭിക്കുന്ന പ്ലാന്റ് നിങ്ങൾ നടേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞു തരാം. മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി അതിലേക്ക് നിങ്ങൾ പ്ലാന്റ് നട്ടതിനു ശേഷം 1 ടീസ്പൂൺ സൂഡോമോണസ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി നിങ്ങൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് വേര് പിടിക്കാൻ ഇത് സഹായിക്കും. ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ സൂഡോമോണസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ആ ചെടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ ഓവർ നനച്ചു കൊടുക്കാതെ ചെടി ഒന്ന് പിടിക്കുന്നത് വരെ ഒന്നിടവിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണലിൽ ഒരാഴ്ച നമ്മൾ നന്നായി സൂക്ഷിക്കുക. പിന്നീട് ചെടികളുടെ വളർച്ച നമ്മുടെ നോട്ടത്തിനനുസരിച്ചാണ് ഇരിക്കുക. എത്രയും ശ്രദ്ധാലുക്കളാണോ നമ്മൾ നമ്മുടെ ചെടികളുടെ അടുത്ത് എന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും നമ്മുടെ ചെടികളുടെ വളർച്ചയും. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മണി പ്ലാന്റുകളുടെ വെറൈറ്റിയെ കുറിച്ചാണ്. മണി പ്ലാന്റുകൾ പലതരത്തിലുണ്ട്. 3-4 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അവയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി ഞാൻ കാണിക്കുന്നത് എൻജോയ് പോത്തോസ് ആണ്. വളരെ ഭംഗിയുള്ള, വളരെ തിക്കായി വളരുന്ന ഒരു ചെടിയാണിത്. ഇതിന് പോട്ടിംഗ് മിശ്രിതമായി ഞാൻ ഒരൽപ്പം മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരൽപ്പം മുട്ടയുടെ തൊണ്ട് പൊടിച്ച് നമ്മൾ നടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ മണി പ്ലാന്റ് വളർന്ന് പന്തലിക്കുന്നത് കാണാം. മണി പ്ലാന്റ് വീടിന്റെ അകത്തും പുറത്തും നമുക്ക് വളർത്തിയെടുക്കാം. കൂടുതൽ വെയിലടിക്കുന്ന ഭാഗത്ത് വെക്കാതെ നമുക്ക് വീടിന്റെ പുറം ഭാഗങ്ങളിലും ഈ ഒരു ചെടിയെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ ഇതിന് പഴത്തൊലി വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ ഒരു വെള്ളവും ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടി ഇതിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കമ്പോസ്റ്റ് പൊടിയും നമ്മുടെ മണി പ്ലാന്റിന് ഏറ്റവും ഉചിതമാണ്. ഏറ്റവും ബെസ്റ്റായ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് മണി പ്ലാന്റിനെ എടുത്തു പറയാം. അതിൽപ്പെട്ടത് തന്നെയാണ് ഈ ഒരു വർഗവും, ഗോൾഡൻ പോത്തോസ്. നല്ല ഗോൾഡ് കളറായിട്ട് ഇതിന്റെ തളിരിലകൾ മാറിക്കൊണ്ടിരിക്കും. എൻജോയ് പോത്തോസ് പോലെ തന്നെ വളരെ പെട്ടെന്ന് പടർന്ന് തിക്കായി വരുന്ന ഒരു ചെടി തന്നെയാണ് ഗോൾഡൻ പോത്തോസും.
ഈ ഒരു ചെടിക്കും നമ്മൾ എൻജോയ് പോത്തോസിന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു പോത്തോസിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്ലാന്റാണിത്, മാർബിൾ പോത്തോസ്. വളരെ ഭംഗിയുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഗ്രീനും വൈറ്റും കൂടെ മിക്സ് കളർന്ന് നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും. മണി പ്ലാന്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കമ്പ് മതി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ. പിന്നീട് ആ ചെടി വളർന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മണി പ്ലാന്റ് ബുഷിയായി വരാൻ വേണ്ടി നമ്മൾ ഒരു ചട്ടിയിൽ തന്നെ 3-4 കമ്പുകൾ കുത്തി എടുത്താൽ പെട്ടെന്ന് അത് മൊത്തമായി വളർന്ന് ആ ഒരു ചട്ടി നിറയെ നമുക്ക് വളർന്നു നിൽക്കുന്നത് കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരല്പം വില കൂടിയ ഐറ്റമാണ്, സിൽവർ പോത്തോസ്. ഈ ഒരു പോത്തോസ് പെട്ടെന്ന് അങ്ങ് വളർന്ന് വലുതാവുന്ന ഒരു ടൈപ്പ് അല്ല. എന്നാൽ കമ്പ് വേര് പിടിപ്പിക്കാൻ നമുക്ക് വളരെയധികം എളുപ്പം തന്നെയാണ്. ഈ പോത്തോസിനെയൊക്കെ നമുക്ക് മണ്ണിലും വെള്ളത്തിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിന്റെ കമ്പ് മുറിച്ച് വെള്ളത്തിലിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മണി പ്ലാന്റ് വളരെ സ്ലോ ആയിട്ടാണ് വളർന്നു വരിക, പക്ഷെ വളരെ ഭംഗിയാർന്ന ഒരു ചെടിയാണിത്. വളരെ കട്ടിയുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഈ ചെടികളെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായും വളർത്തിയെടുക്കാം. ഈ ഒരു ചെടി ഒരല്പം കോസ്റ്റ്ലി കൂടിയാണ്. മണി പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ സമ്പാദ്യം വരുമെന്നൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് മറ്റൊരു വഴിയിലൂടെ വരുമാനം കണ്ടെത്താം. ഈ ചെടി നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ നല്ലൊരു വഴിയാണ്. ഇന്ന് ചെടികളെ സ്നേഹിക്കുന്ന ആളുകൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള ചെടികളെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്കും അറിയുന്നവർക്കും ഒക്കെ നമുക്ക് സെയിൽ ചെയ്തെടുക്കാം. മനസ്സിന് ഇതിൽ പരം സന്തോഷം ലഭിക്കുന്ന മറ്റൊരു ജോലിയുണ്ടോ? മണി പ്ലാന്റുകളെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടാൻ മറക്കല്ലേ. പ്ലാൻ കോർണറിൽ നിങ്ങൾക്ക് റീപ്ലൈ തരാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് റീപ്ലൈ തരാൻ വൈകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്ലാൻ കോർണറിൽ നിന്നും ചെടികൾ കൈപ്പറ്റി സന്തോഷവും ദുഃഖവും മറ്റുള്ള കാര്യങ്ങളും പങ്കുവച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.